അത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മാറാടിന്റെ ആ ചരിത്രത്തിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകേണ്ടത്. കാരണം 23 വർഷങ്ങൾക്ക് മുമ്പ് NDF-ന്റെ ഭീകരവാദികൾ, ഇന്നത്തെ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ SDPI എന്നൊക്കെ പറയുന്ന സംഘടനയുടെ പൂർവ്വകാല രൂപമായിരുന്ന NDF-ന്റെ ഭീകരർ ഒരു കാരണങ്ങളുമില്ലാതെ കടപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന, മത്സ്യബന്ധനത്തിന് ശേഷം കടപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന 8 ഹിന്ദുക്കളെ കൊന്നതിലൂടെ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് നിന്നും, അതായത് മലബാറിലെ തീരപ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണമായി ഹിന്ദുക്കളെ ആട്ടിയോടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി NDF-ഉം മുസ്ലിം ലീഗും ഒക്കെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കലാപമാണ്. ആ കലാപത്തിൻ്റെ ചരിത്രം മറക്കുവാൻ ബോധപൂർവമായ ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ജനം TV അത് മറക്കത്തില്ല, ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അത് മറക്കത്തില്ല. അതിനാൽ ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുന്നത് മാറാടിനെ ഓർത്തുകൊണ്ടാണ്, ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. അതെ, സമൂഹ മനസാക്ഷിയെ നടുക്കിയ കോഴിക്കോട്ടെ മാറാട് കൂട്ടക്കൊല നടന്നിട്ട് ഇന്നേക്ക് 23 വർഷം. 8 ഹൈന്ദവ സഹോദരങ്ങളെ ജിഹാദികൾ കശാപ്പ് ചെയ്ത കറുത്ത ദിനത്തിന്റെ ഓർമ്മയിൽ മാറാട് തീരം ഇന്നും വിറങ്ങലിച്ച് നിൽക്കുകയാണ്. സ്വന്തം മണ്ണിൽ നിന്ന് ഒരു ജനതയെ ആട്ടിയോടിക്കാനുള്ള ഇസ്ലാമിക ഭീകരരുടെ ആസൂത്രണം പരാജയപ്പെട്ട ചരിത്രം കൂടിയാണ് മാറാടിൻ്റേത്. ഇസ്ലാമിക ഭീകരർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഹിന്ദു കൂട്ടക്കൊല, അതാണ് മാറാട് കലാപം. മെയ് 2 മാറാടിന്റെ മണ്ണ് ചോരയിൽ കുതിർന്ന വൈകുന്നേരം. കടലിൽ പോയി മടങ്ങിയെത്തിയ മത്സ്യത്തൊഴിലാളികൾ വിശ്രമിക്കുന്ന നേരം. അപ്രതീക്ഷിതമായി ബോംബും വടിവാളുമായി എത്തിയ 150-ലധികം വരുന്ന ഇസ്ലാമിക ഭീകരർ കണ്ണിൽ കണ്ടവരെയെല്ലാം വർഗീയ വിഷം പുരണ്ട കത്തികൊണ്ട് ആഞ്ഞുവെട്ടി. ചുറ്റും നടക്കുന്നതെന്തെന്നറിയാതെ പകച്ചുപോയ നിമിഷം. എങ്ങും ചോരയുടെ മണം. ഉറ്റവരുടെ ജീവനറ്റ ശരീരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഒരു ജനത പൊട്ടിക്കരഞ്ഞു. ഇസ്ലാമിക ഭീകരരുടെ കൊലക്കത്തിയിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരുണ്ട്. ആ നടുക്കുന്ന ഓർമ്മയിൽ ഇന്നും ജീവിക്കുന്നവർ. വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച എല്ലാവരും പള്ളി വന്ന് ഇറങ്ങി ഓരോ വീട്ടിൽ ക്യാമ്പടിച്ച്. അപ്പോൾ എല്ലാം ഭീകരവാദികൾ ഇവിടെ വന്ന് എല്ലാവരും ഒന്നായിട്ട് അങ്ങോട്ട് ആക്രമിച്ചു. 2 വെട്ട് പിടിങ്ങിക്കണ്, പുറത്ത് മഴ കൊണ്ട് 2 വെട്ട് പിടിങ്ങിക്കണ്. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ്. ഇവിടെ നിന്ന് ഒച്ച കേട്ടപ്പം എല്ലാവരും അങ്ങോട്ട് കടലിലോട്ട് ഇങ്ങോട്ട് ഓടിയതാണ്. അതേ സമയത്ത് 4 ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഈ തീവ്ര അക്രമങ്ങൾ കൂട്ടത്തോടു കൂടി വരികയാണ്. വയടയിൽ കുടുങ്ങി. ഇസ്ലാമിക ഭീകരരുടെ ആസൂത്രണത്തിൽ അന്ന് പൊലിഞ്ഞത് 8 ഹിന്ദുക്കളായ മത്സ്യത്തൊഴിലാളികളുടെ ജീവനുകൾ. പുഷ്പരാജ്, ചന്ദ്രൻ, ദാസൻ, ഗോപാലൻ, മാധവൻ, സന്തോഷ്, പ്രജീഷ്, കൃഷ്ണൻ എന്നിവരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 15-ലധികം പേർക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷം ഇസ്ലാമിക ഭീകരർ ആയുധമൊളിപ്പിച്ചത് തൊട്ടടുത്ത മുസ്ലിം പള്ളിയിലായിരുന്നു. പള്ളിയിൽ നിന്ന് വടിവാളും ബോംബുകളും കണ്ടെത്തുകയും ചെയ്തു. 1921-ലെ മലബാർ കലാപത്തിന് സമാനമായ ഹിന്ദു പാലായനമാണ് മുസ്ലിം തീവ്രവാദികൾ ലക്ഷ്യം വെച്ചതെങ്കിലും സംഭവിച്ചത് മറിച്ചായിരുന്നു. സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈന്ദവ സംഘടനകൾ നിരന്തരം രംഗത്ത് വന്നതോടെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചു. 2017 ജനുവരി 19-ന് CBI കേസന്വേഷണം ആരംഭിച്ചു. എന്നാൽ ആവശ്യമായ രേഖകൾ സർക്കാർ നൽകാൻ തയ്യാറാകാതെ വന്നതോടെ CBI അന്വേഷണവും അട്ടിമറിക്കപ്പെട്ടു. കോഴിക്കോടിന്റെ മണ്ണ് മറ്റൊരു കലാപഭൂമിയായി മാറാതിരുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘം നടത്തിയ നിതാന്ത ജാഗ്രത ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ജനം, കോഴിക്കോട്. ആരാധനാലയങ്ങൾ പോലും ആയുധപ്പുരകളാക്കിക്കൊണ്ടുള്ള ഒരു ആസൂത്രിതമായ നീക്കമല്ലേ? അതെ, അത് തന്നെയാണ് രാഖി. എന്തായാലും അനഘ ഹർഷൻ മാറാട് നിന്ന് ഇപ്പോൾ തത്സമയം ചേരുകയാണ്. മാറാടിന്ന് ശ്രദ്ധാഞ്ജലിയുണ്ട്, ഒപ്പം അനുസ്മരണ സമ്മേളനം നടക്കുന്നുണ്ട്. അനഘ, നമസ്തേ. 23 വർഷങ്ങൾക്ക് മുമ്പ് അനഘ നിൽക്കുന്ന ആ കടപ്പുറത്താണ് മത്സ്യബന്ധനത്തിന് ശേഷം വിശ്രമിക്കുകയായിരുന്ന പാവപ്പെട്ട 8 ഹിന്ദുക്കളെ, അരയ സമുദായത്തിൽപ്പെടുന്ന ഹിന്ദുക്കളെ വെട്ടി വീഴ്ത്തിക്കൊണ്ടുള്ള ഇസ്ലാമിക ഭീകരരുടെ ആക്രമണം. അപ്പോൾ ആക്രമണത്തിൻ്റെ ലക്ഷ്യം നമുക്കറിയാം. കേരളത്തിൻ്റെ തീരദേശത്ത് നിന്നും മുഴുവൻ ഹിന്ദുക്കളെയും ആട്ടിയോടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഈ തീവ്രവാദികൾക്കുണ്ടായിരുന്നത്. അതേപ്പറ്റി അന്വേഷണം നടത്തിയ
തോമസ് പി ജോസഫ് കമ്മീഷൻ റിപ്പോർട്ടിനകത്തൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. മുസ്ലിം ലീഗിന് ഈ കലാപത്തിലുണ്ടായിരുന്ന പങ്ക് എന്താണ്, NDF എങ്ങനെയാണ് ഇത് ആസൂത്രണം ചെയ്തത്? അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. 23 വർഷങ്ങൾക്കപ്പുറം മാറാടിൻ്റെ മണ്ണിൽ മെയ് മാസം 2-ാം തീയതി നിൽക്കുമ്പോൾ അനഘയ്ക്ക് എന്താണ് തോന്നുന്നത്? അവിടുത്തെ കാഴ്ചകൾ എന്താണ്? പറയൂ. ഗൗതം, നമ്മളിപ്പോൾ നിൽക്കുന്നത് മാറാടിന്റെ മണ്ണിലാണ്. അന്ന് ഈ സംഭവം നടന്ന 23 വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ ഇവിടെ വച്ചായിരുന്നു ആ സംഭവങ്ങൾ മുഴുവൻ നടന്നത്. 8 ഹിന്ദുക്കളായ മത്സ്യത്തൊഴിലാളികളെ ആണ് കൊല ചെയ്യപ്പെട്ടത് അന്നത്തെ ആ ദിവസം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം, അതായത് ഈ പ്രദേശം, ഇവിടെയായിരുന്നു അന്ന് ആ മത്സ്യത്തൊഴിലാളികൾ വിശ്രമിച്ചിരുന്നത്. ആ സമയത്താണ് ഈ കടപ്പുറത്ത് നിന്നും ഈ ഭാഗത്ത് നിന്നുമൊക്കെ തന്നെ പെട്ടെന്നൊട്ടും അപ്രതീക്ഷിതമായി ഒരു പറ്റം ഇസ്ലാമിക ഭീകരർ ഈ ഭാഗത്തേക്ക് വടിവാളും ബോംബുമായൊക്കെ തന്നെ എത്തുന്നു. കണ്ണിൽ കണ്ടവരെയൊക്കെ നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ പൂഴിമണലിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു എനിക്കൊപ്പം ഉണ്ടായിരുന്ന ഈ ഇദ്ദേഹം അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് അന്ന് ആ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. യഥാർത്ഥത്തിൽ അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? അന്ന് സുമാർ രാവിലെ തന്നെ ഇവർ ഇവിടുത്തെ ഈ പള്ളിയിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നു കൂടിയത്. മാറാടിൻ്റെ നാനാഭാഗത്ത് ഇവർ വീടുകളിൽ കേന്ദ്രീകരിച്ച് തമ്പടിച്ചിരിക്കുകയായിരുന്നു. സുമാർ വൈകിട്ടൊരു 6-6:30 കൂടി ഇവർ പെട്ടെന്നൊരു ഓടിക്കയറുകയും കാണുന്നവരൊക്കെ വെട്ടുകയായിരുന്നു. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഗോപാലട്ടൻ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പാണാച്ചിനകത്ത് ഗോപാലൻ എന്ന് പറഞ്ഞവർ മരണപ്പെട്ടത്. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അകത്ത് വെച്ചിട്ടാണ് അരയച്ചൻ്റെ അകത്ത് കൃഷ്ണൻ അവരെ കടൻ്റെ അകത്ത് കയറിയിട്ട് വയോധികനായിട്ട് അദ്ദേഹത്തെ ഇതിനകത്ത് കയറിയിട്ട് വെട്ടിക്കൊള്ളുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ചന്ദ്രൻ പ്രജു. അവിടെ വെച്ചിട്ട് ചന്ദ്രൻ മരണപ്പെടുകയും പ്രജുവിന് ഭീകരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ഉടനെ തന്നെ ഇവിടെയുള്ള അടുത്ത എൻ്റെ വീട്ടിൽ കയറുകയും അവിടെ നിന്നാണ് ഞങ്ങൾ പൊന്തിച്ചിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. അതേമാതിരി തന്നെ എൻ്റെ വീട്ടിൻ്റെ നേരെ കേൾക്കുമ്പോൾ അതായത് ഈ പോകുന്ന വഴിയിൽ കൂടെ പോകുമ്പോൾ കാണാൻ അവിടെ ഒരു തിരുമ്പ് നലക്കുകല്ലുണ്ട്. അവിടെ വെച്ചിട്ടാണ് അവിടെ വെച്ചിട്ട് ദാസൻ എന്ന് പറഞ്ഞവരെ ആ കല്ലിൻ്റെ മൂലയിട്ടിട്ട് വെട്ടി പരിക്കേൽപ്പിച്ചു. പക്ഷേ അദ്ദേഹം അന്നേരം മരണപ്പെട്ടിട്ടില്ല. നേരെ അദ്ദേഹത്തെ പ്രിയാവോട്ടൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് അവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ച് കൊണ്ടുപോകുന്ന സമയത്താണ് ആ വണ്ടിയിൽ നിന്നാണ് അദ്ദേഹം മരണപ്പെടുന്നതായിട്ടാണ് പിന്നീട് അറിയാൻ പറ്റിയത്. അത്തരത്തിൽ ഈ ഭാഗത്ത് മുഴുവൻ അത്രയും തമ്പടിച്ച ആയുധങ്ങളും ബോംബുകളായിട്ട് ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഇവിടെ തമ്പടിച്ചതായിട്ട് നമുക്കന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല. അത്ര ദാരുണ്യമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു ആ സമയത്ത് മാറാട് കാണപ്പെട്ടത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അന്ന് ഈ സമയത്ത് അതിനുശേഷം പിന്നീട് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് നടപടികളൊക്കെ? ആ സമയത്തുണ്ടായ നടപടികൾ, അന്ന് പള്ളിയിൽ കയറി അവരെ പോലീസ് പിടിച്ചു പോലീസിന് കയറാൻ അവർ സമ്മതിച്ചില്ല. അവിടുത്തെ മുസ്ലിം സ്ത്രീകളെ തടയുകയും അതിൻ്റെ അകത്ത് അന്ന് കയറി പോലീസ് ബലം പ്രയോഗിച്ച് കയറിയിട്ട് അന്നത്തെ RDO ബാലൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള RDO ഉദ്യോഗസ്ഥന്മാർ ബലം പ്രയോഗിച്ച് കയറിയിട്ടുള്ള പള്ളിയിൽ നിന്ന് ഇവരെ പിടിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ആ പള്ളീൻ്റെ അകത്തുനിന്ന് ബോംബുകൾ, ആയുധങ്ങൾ പിടിക്കപ്പെട്ടു. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്ത് അന്ന് കൊണ്ടുപോവുകയും പിന്നീട് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. അങ്ങനെ ഒത്തുതീർപ്പ് വ്യവസ്ഥ അനുസരിച്ച് ഞങ്ങൾക്ക് ആകെ ഒരു വിഷമം വെച്ചാൽ 23 വർഷമായിട്ട് ഒരു CBI അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഇതുവരെ എവിടെ എത്തില്ല. ആ CBI അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഇതിനെ ആരൊക്കെയാണ് സമ്പാദ്യം കൊടുത്ത് ഇവർക്ക് സാമ്പത്തികം സഹായിച്ചത്, ഈ ഗൂഢാലോചന നടത്തി ഇവരെ പുറത്തു കൊണ്ടുവരാൻ 23 കൊല്ലമായിട്ടും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനിയും ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു CBI അന്വേഷണം വേണമെന്നാണ്. അന്വേഷണം വന്നെങ്കിൽ ഇതിൽ ഗൂഢാലോചന നടത്തിയവരെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും. അല്ലാതെ ഒരു കാരണവശാലും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും. ഇതിൻ്റെ പിറകെ പ്രവർത്തിച്ചവരെ കൊണ്ടുവന്നാലോ നമുക്കിത് കേരളത്തിൽ ഇത് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ മാറാട് വരുന്ന സമയത്ത് ഒരുപാട് ഒഴിഞ്ഞ വീടുകൾ കാണാം. അതെന്താണ് സംഭവിച്ചത്? അതവർക്ക് അവരിവിടുന്ന് പോയതാ, പലായനം ചെയ്ത് പോയതാ, പേടിച്ചിട്ട്. നമ്മൾ ഓടിച്ചൊന്നുമില്ല, ഇവിടുത്തെ ആരേ സമൂഹം അവരെ ഓടിച്ചില്ല. അക്രമം ചെയ്ത് പേടിച്ചിട്ട് അവരിവിടുന്ന് പോയതാ. ഞങ്ങളാ ചെയ്തെന്നുള്ള കുറ്റബോധം കൊണ്ട് അവർ ഓടിപ്പോയത്. അല്ലാണ്ട് ഇവിടെയുള്ള ആരേ സമൂഹം ആരും അടിച്ചു ഓടിച്ചിട്ടില്ല. അത് തന്നെയാണ് ഗൗതം. അതായത് ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. CBI അന്വേഷണം പ്രഖ്യാപിച്ചു. 2017 CBIയുടെ അന്വേഷണം പ്രഖ്യാപിച്ചത്. പക്ഷേ അതിനുശേഷം എവിടെയാണ് ഇത്രയധികം അതിക്രമം നടത്താൻ, ഈ തീവ്രവാദ പ്രവർത്തനം നടത്താൻ ഈ ബോംബും വടിവാളും, 100 കണക്കിന് ബോംബും വടിവാളുകളുമായിരുന്നു അന്ന് കണ്ടെത്തിയിരുന്നത്. ഇതിനൊക്കെയുള്ള സാമ്പത്തിക സ്രോതസ് അത് ഇവർക്ക് എങ്ങനെ ലഭിച്ചു? അതിന് പിന്നിൽ ആരാണ്? വിദേശത്ത് നിന്ന് ഫണ്ട് വന്നു? ഈ കാര്യങ്ങളൊക്കെ
അറിയാനുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാണ്. ആ കാര്യങ്ങൾ കൂടി പുറത്തു കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇന്ന് ഇപ്പോഴും ഈ നിമിഷം പോലും ഈ മാറാടിന് ആ വേദന മറക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അന്ന് ഉണ്ടായ സംഭവത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും, അന്ന് ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ട്. ഒരു വിങ്ങലോടെയാണ് ആ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഇന്ന് ഇവർക്ക് ഈ മരണപ്പെട്ട 8 പേരാണ് ഉള്ളത്. ഈ പ്രദേശത്ത് താമസിക്കുന്ന 8 മത്സ്യത്തൊഴിലാളികളാണ് അന്ന് മരണപ്പെട്ടത്. അവരുടെ ശ്രദ്ധാഞ്ജലി അടക്കമുള്ള പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ട് ആ പരിപാടിയിൽ. ഇപ്പോൾ തൊട്ടടുത്ത് അപ്പുറത്ത് ആര്യ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുകയാണ്. ഗൗതം. ഓക്കെ അനഘ, എന്തായാലും അവിടെ മാറാടിൻ്റെ മണ്ണിൽ ഇന്നിപ്പോൾ അനുസ്മരണ പരിപാടികൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രദ്ധാഞ്ജലിയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 8 മണിയോടുകൂടി അത്തരം പരിപാടികൾ അവിടെ ആരംഭിക്കും. ആ വേളയിൽ വീണ്ടും മാറാടിൻ്റെ മണ്ണിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. അനഘ, ദയവായി അവിടെ തുടരുക. രാഖി, ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. യെസ്.